വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന് അങ്ങ് നിഷ്പ്രയാസം പറയാൻ കഴിയില്ല. അതിൻ്റെ പ്രധാന കാരണം BJP തന്നെയാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുകളാണ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ അടിസ്ഥാനത്തിൽ BJP നേടിയിരിക്കുന്നത്. 9-ലധികം നിയമസഭാ മണ്ഡലത്തിൽ BJP 1-ാം സ്ഥാനത്തും 11-ലധികം നിയമസഭാ മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്തും BJP വന്നിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ, അതായത് 20 മണ്ഡലങ്ങളിൽ BJPക്ക് 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ 20 മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റേതോ ഇടതുപക്ഷത്തിൻ്റേതോ ആണെങ്കിൽ, അതിൽ ഭൂരിഭാഗവും ഇനി ഒരുപക്ഷെ കോൺഗ്രസിൻ്റേതാണ് എങ്കിൽ, കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളാണ് എങ്കിൽ, വീണ്ടും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഇനി അതല്ല, ഇടതുപക്ഷത്തിൻ്റെ 20 സീറ്റുകളിലാണ് BJP പിടിമുറുക്കുവാൻ പോകുന്നത് എങ്കിൽ കോൺഗ്രസിന് അതൊരു വലിയ തിരിച്ചുവരവായി പറയുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം, BJP എത്ര സീറ്റുകൾ നേടും എന്നതുകൂടിയാണ്. 20 സീറ്റ് എന്ന കണക്ക് അങ്ങനെ നിഷ്പ്രയാസം പറയാൻ സാധിക്കില്ല, അതിലേറെയും നേടാം. എന്നാൽ 20 എന്ന കണക്കിലേക്ക് എത്തുവാൻ BJPക്ക് സാധിക്കുമോ എന്നതും മറ്റൊരു ചോദ്യമാണ്. കാരണം BJPയെ സംബന്ധിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി പറയുന്ന പ്രധാനപ്പെട്ട ജില്ലകൾ എന്നത് പാലക്കാട്, കാസർഗോഡ്, തൃശ്ശൂർ, തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളാണ്. പ്രധാനമായും ഈ 4 ജില്ലകൾ. ഇതിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും കൃത്യമായ വിജയം BJP കൈവരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നേമത്ത് 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് O രാജഗോപാലായിരുന്നു. 8671 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് V ശിവൻകുട്ടിയേക്കാളും, അതായത് ഇപ്പോഴത്തുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയേക്കാൾ 2016 O രാജഗോപാൽ നേടിയത്. ആ 2016 വിജയത്തിന് ശേഷം നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എവിടെയും നെല്ലം തൊടാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലോ O രാജഗോപാൽ ഭരിച്ചിരുന്ന നേമത്തുള്ള നിയമസഭാ മണ്ഡലം V ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ, തൃശ്ശൂരിലെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ദയനീയമായി പരാജയപ്പെട്ട BJP ആകട്ടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും 1-ാം നിരയിൽ തന്നെ വന്ന് വിജയിച്ചു. ഈ രണ്ടിടത്തും ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, O രാജഗോപാലിനുണ്ടായിരുന്ന വ്യക്തിപ്രഭ. O രാജഗോപാൽ നിരവധി തവണ പരാജയപ്പെട്ടു പോയെങ്കിലും സൗമ്യനായ സ്വഭാവമുള്ളൊരു മനുഷ്യൻ, എല്ലാ പാർട്ടിക്കാരെയും എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്നൊരു നേതാവ് എന്ന തരത്തിലേക്കൊക്കെ പാർട്ടിക്ക് പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് O രാജഗോപാൽ വിജയിച്ചത് എന്നാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ, തൃശ്ശൂരിലും സുരേഷ് ഗോപി എന്ന സിനിമാ നടന്റെ വ്യക്തിപ്രഭയുടെ പുറത്താണ് നിരവധി തവണ തൃശ്ശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയൊരു നേതാവ് എന്ന തരത്തിലൊക്കെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നും പറയുന്നുണ്ട്. എന്നാൽ നേമത്തെ O രാജഗോപാലിന്റെ വിജയത്തിന് 2016 CPM ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. കോൺഗ്രസ് അന്ന് ആ മണ്ഡലം ജനതാദളിന് വിട്ടുകൊടുത്തു. അന്ന് ജനതാദളിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാകട്ടെ സുരേന്ദ്രൻ പിള്ളയാണ്. സുരേന്ദ്രൻ പിള്ള 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നേടിയത് 13,863 വോട്ടുകളായിരുന്നു. ആ 13,863 വോട്ടുകൾ നേടി ആ സാഹചര്യത്തിലാണ് BJP അവിടെ വിജയിച്ചത്. എന്നാൽ 2021 K മുരളീധരനെ കൊണ്ടുവന്നപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിൽ പോലും BJP അവിടെ പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം K മുരളീധരൻ മത്സരിച്ചത് തന്നെയാണ്. അന്ന് 36,281 വോട്ടുകളായിരുന്നു K മുരളീധരൻ നേടിയത്. 19,049 വോട്ടുകൾ V ശിവൻകുട്ടിയും നേടി. 2024 BJP ഉണ്ടാക്കിയ മുന്നേറ്റം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതിൽ ചില മണ്ഡലങ്ങൾ BJPക്ക് സ്വന്തമാക്കുവാനും സാധിക്കും എന്ന ചില കണക്കൂട്ടലുകളുണ്ട്. കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ നേമത്തും തൃശ്ശൂരിലുമൊക്കെ BJPക്ക് വിജയിക്കുവാൻ സാധിക്കാതെ പോയതിൻ്റെ പ്രധാന കാരണം ഒരു പൊളിറ്റിക്കൽ മൈലേജുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചില്ല എന്നുള്ളതാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സ്ഥിതി, അതെല്ലാം BJPക്ക് അനുകൂലമായിരുന്നെങ്കിൽ പോലും സ്ഥാനാർത്ഥികളൊരു വിഷയമായിരുന്നു. ഇത്തവണ പല ലോക്സഭാ മണ്ഡലത്തിലും ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് കൊണ്ട് തന്നെ BJPക്ക് പലയിടത്തും മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത് ശക്തമായ കാരണമായി നിൽക്കുമെങ്കിൽ പോലും സ്ഥാനാർത്ഥി ഒരു വലിയ ഘടകമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ആലപ്പുഴ പോലെ ഇടതുപക്ഷത്തിൻ്റെ അത്രമേൽ കരുത്താർന്ന ഒരു സ്ഥലത്ത്, ഒരു ജില്ലയിൽ, ആ ലോക്സഭാ മണ്ഡലത്തിൽ KC വേണുഗോപാലിനെതിരായി മത്സരിച്ചുകൊണ്ട് AMRFനെ പോലെ കേരളത്തിലെ സകലമാന ലോക്സഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് നഷ്ടമായപ്പോഴും ആലപ്പുഴ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ AMRFനെയും പരാജയപ്പെടുത്തി KC വേണുഗോപാലിന് തൊട്ടു പിന്നാലെ തന്നെ മത്സരിച്ച് നിൽക്കുവാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഇതാദ്യമായല്ല വോട്ട് കൂമ്പാരങ്ങൾ വാരിക്കൂട്ടുന്നത്. ഇതിനു മുമ്പും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചുള്ള നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം
മത്സരിച്ച ഇടങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുവാൻ സാധിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അവിടെ എന്തുകൊണ്ട് ആലപ്പുഴയ്ക്ക് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആലപ്പുഴ എന്നാൽ പുന്നപ്രയുടെയും വയലാറിൻ്റെയും സമരപോരാട്ട ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈറ്റിലം എന്ന് പറയുവാൻ കഴിയുന്ന, തെക്കൻ കേരളത്തിലെ ഇടത് കോട്ട എന്ന് പറയാൻ കഴിയുന്ന ആലപ്പുഴ ജില്ലയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 2ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വല്ലാത്തൊരു വിജയം തന്നെയാണ്. ആ വിജയത്തെ ചൂടുപിടിച്ചുകൊണ്ട് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിച്ച കായംകുളം നിയമസഭാ മണ്ഡലം ഇക്കുറി BJP അത്രമേൽ ശക്തമാർന്ന ഒരിടമായി കണക്കാക്കുന്നുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തീർച്ചയായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന ശക്തമായ കണക്കൂട്ടലുകൾ തന്നെയാണ് പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ BJPക്ക് ഉള്ളത്. ശോഭാ സുരേന്ദ്രന് അത്രമേൽ ഇടമുള്ള, അതായത് വടക്കൻ കേരളത്തിലാണ് BJPക്ക് സ്വാധീനമേറെ ഉണ്ടാക്കുവാൻ കഴിയുന്ന മണ്ഡലം. എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് ഒരു കടന്നുകയറ്റത്തിന് സാധ്യത, തിരുവനന്തപുരം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലേക്ക് ഒരു കടന്നുകയറ്റത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമായി കായംകുളത്തെ നിയമസഭാ മണ്ഡലം മാറുന്നു. അതിൽ മറ്റു ചില പ്രധാന കാരണങ്ങൾ കൂടിയുണ്ട്. ആലപ്പുഴ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയാണ്. അവിടെ ഹരിപ്പാട് നിയമസഭാ മണ്ഡലം മാത്രമാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം. രമേശ് ചെന്നിത്തലയും കൂടെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ മുച്ചോടും ഇടതുപക്ഷത്തിന് കിട്ടുന്ന സാഹചര്യമായിരുന്നു 2021 ഉണ്ടായിരുന്നത്. KC വേണുഗോപാലിനേക്കാൾ 1400 വോട്ടിൻ്റെ മാത്രം വ്യത്യാസമായിരുന്നു കായംകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. കായംകുളം പോലെ ഇടതുപക്ഷം കാലങ്ങളായി മത്സരിച്ച് അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ 755 വോട്ടിന് പിന്നിലായിരുന്നു AM ആരിഫ് എന്നതും ദയനീയമായ ഒരു കാര്യമാണ്. പ്രതിഭാഹാരി നിരന്തരമായി മത്സരിച്ച് വിജയിച്ചു വരുന്ന കായംകുളം നിയമസഭാ മണ്ഡലം ഇപ്പോൾ വലിയ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാന കാരണം കായംകുളത്ത് ഒരുപക്ഷെ അടുത്തവണ സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്ന ബിപിൻ സി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ബിപിൻ സി ബാബു ഇടതുപക്ഷം വിട്ട് BJPയിലേക്ക് പോയത് ഒരു വലിയ തിരിച്ചടിയാണ്. കൂടാതെ ആലപ്പുഴയിലെ സുധാകരൻ അടക്കമുള്ള മുൻനിര നേതാക്കന്മാർക്കൊക്കെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങളൊക്കെ ആലപ്പുഴയിലെ വിഭാഗീയതയുമൊക്കെ വലിയ തരത്തിൽ BJPക്ക് വളക്കൂറുള്ള മണ്ണാക്കി കായംകുളവും ആലപ്പുഴയും ഒക്കെ മാറ്റുന്നുണ്ട്. അതിൽ കായംകുളത്തെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയും നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം ഊർജിതമായി വരികയും കൂടാതെ കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്ന തരത്തിലേക്കൊക്കെ പരിഗണിക്കപ്പെടുമ്പോൾ കായംകുളം BJPക്ക് സാധ്യതയേറെ ഉള്ളൊരു മണ്ഡലമായി കണക്കാക്കുകയാണ് BJP. ശോഭാ സുരേന്ദ്രൻ നിർത്തി വളരെ നിശബ്ദമായി വിജയിച്ചു പോകുക എന്ന തന്ത്രമാണ് BJPയെ സംബന്ധിച്ച് ഉള്ളത്.